ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ്. പിക്കി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇന്നലെ വൈകിട്ട് വന്നതാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് അമ്മ വീട്ടിലുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് നിഖിൽ ചേട്ടനും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വരുമ്പോൾ പറ്റുന്ന ദിവസങ്ങളാണെങ്കിൽ ഒന്ന് എവിടേക്കെങ്കിലും പുറത്ത് പോകാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇന്ന് മേമേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വലിയമാമൻ്റെ വീട്ടിലും വരുന്ന വഴി കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. പക്ഷേ പിള്ളേർ ആരും എണീറ്റിട്ടില്ല. ഉച്ചക്കലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നല്ല സുഖസുന്ദരമായിട്ട് അച്ഛൻ്റെ ഒപ്പം ഇറങ്ങാണ് കേട്ടോ. ഇപ്പോൾ സമയം 3:30 ആയിട്ടുണ്ട്. ഒരു 4 മണിക്കെങ്കിലും ഇവിടെ ഇറങ്ങിയില്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ ഇരുട്ടും. നമ്മൾ ബീച്ച് സൈഡാണ് വീട് വരുന്നത്. അപ്പോൾ ഒന്നുകൂടി ഇരുട്ടാവും. ഒന്ന് കടപ്പുറത്തൊക്കെ ഒന്ന് പോകണമെങ്കിൽ പിന്നെ ആ സമയത്ത് പോകാൻ സമ്മതിക്കില്ല. കുറച്ച് വെളിച്ചൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലിടാൻ പറയുള്ളൂ. പോയാലും എന്തെങ്കിലും കാണാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ വേഗം ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒത്തിരി സന്തോഷം. നമുക്ക് 500K സബ്സ്ക്രൈബേഴ്സ് ആയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒത്തിരി പേര് നമ്മളോട് എന്താ പറയുക കൺഗ്രാജുലേഷൻ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളോടാണ് ആക്ച്വലി ശരിക്കും നന്ദി പറയേണ്ടത്. നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത് വളർത്തിക്കൊണ്ട് വന്നതിന് ഒത്തിരി സന്തോഷം. അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും അടുത്ത ദിവസം വരുന്നുണ്ട്. എല്ലാവരും കാണണം. അപ്പോൾ എന്തായാലും ഞാൻ ഉള്ളിൽ ചെന്ന് നോക്കല്ല വിളിക്കട്ടെ. പിള്ളേരൊക്കെ എണീപ്പിച്ച് ഡ്രസ്സ് അടിച്ചിട്ട് കൊണ്ടുപോകാൻ സെറ്റാക്കട്ടെ. അപ്പം തന്നെ 4 മണി 4:15 വായിലിരിക്കുന്ന കേക്ക്. ഉച്ചയ്ക്കലത്തെ ഊണും കഴിഞ്ഞിട്ടുള്ള കെടുപ്പാണ് കേട്ടോ. അച്ഛനും മക്കളും അല്ലക്കുട്ടനാണെങ്കിൽ അപ്പുറത്തെ റൂമിൽ കിടക്കുന്നുണ്ട്. അതിനോസാണ് നിഖിൽ ചേട്ടൻ്റെ കൂടെ കിടക്കുന്നത്. ഉച്ചയ്ക്ക് ചിക്കൻ കറിയും ചിക്കൻ വറുത്തതായിരുന്നു കേട്ടോ. ചിക്കൻ കറി വെക്കാനായിട്ട് നേരമില്ലാത്തതുകൊണ്ട് വേഗം കുക്കറിൽ കറി വെച്ചു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അല്ലക്കുട്ടൻ എണീറ്റു. അപ്പോൾ അവനെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിഖിൽ ചേട്ടൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എന്നോട് എപ്പോഴും പറയുന്ന കേസാണ്, ഹീത്തു വളരെ ലേറ്റ് ആവാൻ നിൽക്കല്ലേ. കാരണം നമ്മൾ ഇവിടെ നിന്ന് ഒരു 4 മണി 5 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോൾ ഒരു 6 മണിയൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ ഒരു അർത്ഥമില്ലല്ലോ, വേഗം ഇറങ്ങണ്ടേ എന്നൊക്കെ പറയട്ടെ. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നിൽക്കാറുണ്ട്. അപ്പോൾ ഇതെൻ്റെ പുതിയ യെല്ലോ കുർത്തയാണ്. ക്യാഷിൽ വെയർ ചെയ്യാൻ പറ്റിയ നല്ല റേറ്റാണ്. കോളേജ് സ്റ്റുഡൻസിനും അല്ലെങ്കിൽ ഡെയിലി നമുക്കിപ്പോൾ ജോലിക്കൊക്കെ പോണവർക്കൊക്കെ ആണെങ്കിലും ഇടാൻ പറ്റിയ അഫോർഡബിൾ റേറ്റിലൊരു കുർത്തിയാണ്. വേണ്ടവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ എല്ലാവരെയും വിളിച്ചത് കാറിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. അല്ലുക്കുട്ടനും അയിനുക്കുട്ടനും മുത്തിയമ്മാമയും അമ്മാമയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അല്ലൂസിനാണെങ്കിൽ കുറച്ച് എന്താ പറയുക കുറുമ്പ് കൂടുതലാണ്. വേറെ ഒന്നല്ല, കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന എന്നുള്ളൊരു ത്വര കൂടുതലാണ്. പക്ഷെ ഞാൻ നിഖിൽ ചേട്ടനും പോകുമ്പോൾ ഇവർ 2 പേരെയും ഫ്രണ്ടിലിരുത്തൂല, 2 പേരെയും ബാക്കിലിരുത്തുള്ളൂ. എന്നിട്ട് ഞാനിരിക്കും. അങ്ങനെ ചെയ്യാറ്. കാരണം ഒന്നാമത് ഇപ്പോഴത്തെ നിയമം ഉണ്ടല്ലോ, ഫ്രണ്ടിൽ പിള്ളേർ ഇരുത്താൻ പാടില്ലെന്ന്. അതുകൊണ്ട് ഒട്ടും ഫ്രണ്ടിലിരുത്തില്ല. ഇതിപ്പോൾ ബാക്കിൽ ഓൾറെഡി അമ്മയും അമ്മാമ്മയും അയിനുക്കുട്ടനും ഇരിക്കുന്നുണ്ട്. നമ്മുടെ ശ്രീമോ ആണെങ്കിൽ ഞാൻ വരുമ്പോൾ മാത്രമായിട്ട് വീടിന് പുറത്തിറങ്ങുന്നത്. അതല്ലാണ്ട് ഒരു സ്ഥലത്തേക്ക് പോലും പോകില്ല. എന്തിനും പറയുന്നത്, അമ്പലങ്ങളിലേക്ക് പോലും പോകില്ല. ഞാനിങ്ങനെ കുത്തി പൊക്കിയിട്ട് വേണം എവിടെയെങ്കിലും കൊണ്ടുപോകാനായിട്ട്. എനിക്കാണെങ്കിൽ ഞാൻ വീട്ടിൽ വരുമ്പോൾ ഇവരെവിടെയെങ്കിലുമൊക്കെ എനിക്ക് കൊണ്ടുപോകണം. വേറൊരുത്തിലല്ല, അറ്റ്ലീസ്റ്റ് ഒരു ചായ കുടിക്കുകയാണെങ്കിൽ എനിക്ക് അമ്മേനെയും അമ്മാമ്മനെയും കൊണ്ട് പോകണം. അമ്മാമ്മ ഒട്ടും വരാറില്ല. അമ്മാമ്മ പറയും, മോനെ വയ്യ, അമ്മാമ്മയ്ക്ക് കാറിൽ കയറിയിരിക്കാൻ വയ്യ, ചുമ വരും. ചിലപ്പോൾ സത്യമായിരിക്കാം, പക്ഷേങ്കിൽ എനിക്ക് അവർ കൂടെ വരുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ വാടാനപ്പള്ളി എത്തിയപ്പോൾ ഞങ്ങൾ നേതാജിയിൽ നിന്ന് കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങാമെന്ന് വിചാരിച്ചു. പാപ്പന് ഈ ബേക്കറി ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പാപ്പന് കൊള്ളിപ്പേരി, മുറുക്ക്, കൊക്കുവട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതേപോലത്തെ ഐറ്റം നോക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ പാപ്പന് പപ്സും കട്ട്ലേറ്റും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതൊന്നും നോക്കി. ലഡ്ഡു ഇഷ്ടമാണ്. കാരണം പാപ്പൻ നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്താ ഇഷ്ടമില്ലാത്ത, പാപ്പന് ഇങ്ങനത്തുള്ള ഐറ്റംസൊക്കെ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ നോക്കി വാങ്ങിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാടാനപ്പള്ളിയിൽ നിന്നാണ് വേറെ എവിടേക്കെങ്കിലും വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെയാണ് നമ്മൾ വാങ്ങിക്കുക. നേതാജി തന്നെയാണ് വാങ്ങിക്കുക. അപ്പോൾ ഇവിടെ ഉള്ളവർ പറഞ്ഞു, മുന്നേയുള്ള വീഡിയോസിലൊക്കെ കണ്ടു സന്തോഷമായെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ആരൊക്കെ അവർക്ക് അയച്ചു കൊടുത്തത്ര നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് അവരൊക്കെ അതിൽ കണ്ടപ്പോൾ. അപ്പോൾ ഇതേപോലെ ഒരുപാട് പേര് നമ്മൾ കടയിൽ വീണ്ടും റിപ്പീറ്റ് പോകുമ്പോൾ പറയാറുണ്ട്, അന്ന് ഞങ്ങളുടെ കടയിൽ നിന്ന് വീഡിയോ എടുത്തില്ലേ, ഞങ്ങൾ കണ്ടിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് കുറച്ച് പേര് അയച്ചു തന്നിട്ടോ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ അതേ ഒരു 5-6 ലഡ്ഡു എടുത്തിട്ടുണ്ട്, ഓറഞ്ച് ലഡ്ഡു എടുത്തിട്ടുണ്ട്. അതൊക്കെ പാക്ക് ചെയ്ത് നിഖിൽ ചേട്ടൻ ബില്ലെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മാമേനോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നല്ല, മാമയും പാപ്പനും വിഷ്ണു അങ്ങനെ അവിടെ ഇല്ലെങ്കിൽ പിന്നെ ഇത്രയും ദൂരം പോയിട്ട് നമ്മൾ തിരിച്ച് മൂഞ്ചി പോരണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോഴേക്ക് മാമ എന്ത് ചെയ്തു, ഞങ്ങൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ചിക്കനൊക്കെ വാങ്ങിച്ച് അടുപ്പത്തിട്ടിട്ടുണ്ട്. വരുന്ന വഴി ഞങ്ങളോട് കുറച്ച് പൊറോട്ടയും പത്തിരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു കാജ എന്ന് പറഞ്ഞിട്ടൊരു പൊറോട്ടയും പത്തിരിയൊക്കെ ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന നേതാജിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കടയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ ലൈവായിട്ട് പൊറോട്ട ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിരിക്കും. നല്ല തിരക്കുണ്ട്.
കാലത്തൊട്ട് വൈകിട്ട് 9 മണി വരെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അവിടെ ഈ ഒരു സംഭവം. അപ്പോൾ അവിടെ കയറി അതും കുറച്ച് പൊറോട്ടയും സംഭവമൊക്കെ വാങ്ങിച്ചു. ഇവന്മാർക്കാണെങ്കിൽ ഞാനൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം തന്നെ പിന്നെ പൊട്ടിച്ച് തിന്നണം. മിഠായി എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക, ഒരു 5 മിനിറ്റ് പോലും കഴിഞ്ഞിട്ട് തിന്നാം, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അപ്പം കിട്ടി അപ്പം തന്നെ തിന്നാം. ഈ കടയുടെ ഫ്രണ്ടിലെത്തിയപ്പോഴും നല്ല മണ്ണാണ്, നല്ല പൊറോട്ടയുടെ മണ്ണാണ്. അതേപോലെ തന്നെ എന്തൊരു തിരക്കാണെന്നറിയോ, ഇവിടെ ഓരോരുത്തർ ഇങ്ങനെ വന്ന് വാങ്ങിച്ചു. ബണ്ടിൽ കണക്കിനാണ് ഓർഡർ കൊടുത്ത് പോണത്. അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വീണ്ടും കാറിലിരിക്കുകയാണ്. അല്ലുക്കുട്ടൻ ഇവിടെ നല്ല മറ്റേ ഡാർക്ക് ഫാൻറ്റസിയുടെ മിഠായി തീറ്റയാണ്. അപ്പുറത്തെ ആൾക്ക് വിഷ്ണു മാമന് വാങ്ങിച്ച ലേസാട്ടെ. വിഷ്ണു മാമൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12 വയസ്സായിട്ടുള്ള മാമനാണ്. അവന് ഇപ്പോൾ ഇഷ്ടമാണ് ഈ ലേസ്. അത് ലീനമ്മയ്ക്കാണ്, അതായത് എൻ്റെ അമ്മയ്ക്കാണ് അവന് ലേസ് ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ പ്രത്യേകം പറഞ്ഞ 2 പാക്കറ്റ് വാങ്ങിച്ചതാണ്. അപ്പോഴേക്കും അത് അവൻ കണ്ടിട്ട് അവൻ പൊടിച്ച് തീറ്റ തുടങ്ങിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ പൊക്കളങ്ങരയിൽ നിന്ന് പടിഞ്ഞാട്ടാണ് വരുന്നത്. പൊക്കാഞ്ചേരി ആ ഭാഗത്തായിട്ടാണ് മാമയുടെ വീടുള്ളത്. അവിടെ ഇപ്പോൾ മാമയുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാമ ഇപ്പോൾ വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കണ്ടിട്ടില്ല, തറയൊന്നും കെട്ടിയതൊന്നും കണ്ടിട്ടില്ല. അപ്പം അമ്മാമ്മയെല്ലാം കണ്ടിട്ടില്ല. അപ്പം അമ്മാമ്മനെ കൊണ്ട് പോകുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഞാൻ വരുമ്പോഴേ അമ്മമ്മയ്ക്ക് പോകാൻ പറ്റുള്ളൂ. അതായത് കാറായിട്ട് വരുമ്പോഴാണ് അമ്മമ്മയ്ക്ക് എല്ലായിടത്തേക്കും ഒന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അമ്മാമ്മനെ കൊണ്ട് എന്തായാലും ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നല്ല കാഴ്ചകളൊക്കെയാണ്, അടിപൊളി സൺസെറ്റിൻ്റെ സമയമായതുകൊണ്ട് തന്നെ നല്ല രസമാണ് കാണാനായിട്ട്. ഇവിടെ ഇവരെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് പുഴയും ബാക്കിലായിട്ട് കടലൊക്കെയാണ് കേട്ടോ. കടലൊക്കെയാണ്. ഇതൊരു കളിയാണ് അല്ലുക്കുട്ടരെ. നമ്മളൊരു ഉമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ 10 ഉമ്മ തിരിച്ചു തരണം, അല്ലെങ്കിൽ അവനൊരു സമാധാനം ഉണ്ടാവില്ല. അതായത് നമ്മളൊരു അടി കൊടുത്ത 10 അടി പിള്ളേർ തിരിച്ചു തരില്ലേ, അതേപോലെ തന്നെ ഉമ്മയുടെ കേസിലും. അപ്പോൾ അതേ നമ്മൾ തറ കെട്ടിയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ആയിരുന്നു ശരിക്കും ഉണ്ടായിരുന്ന വീട്. മാമർക്ക് ആദ്യത്തെ വീട് ഓടും വീട് ഇവിടെയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ മാറിയിട്ട് കുറച്ച് അകലൊന്നും പറയാൻ പറ്റില്ല, നടന്നു പോകാനുള്ള ദൂരം തന്നെയുള്ളൂ. അവിടേക്ക് മാറിയിരിക്കുകയാണ്. സാധനങ്ങളെല്ലാം കൊണ്ട് കുറച്ച് സാധനങ്ങൾ അവിടെ പുറത്തൊരു അടുക്കള ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടുപയോഗ സാധനങ്ങളൊക്കെ വാടക വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങളിവിടെ കയറി കണ്ടുട്ട തറയൊക്കെ കണ്ടു. ഇതേപോലെ തന്നെയാണ് നമ്മുടെ വീടിൻ്റെയും തറ, അതായത് എൻ്റെ സ്വന്തം വീടിൻ്റെയും തറ സെയിം മോഡൽ തന്നെയാണ്. ഒരു ബാത്റൂമും അതിന് തൊട്ടപ്പുറത്തായിട്ട് 2 മുറി, ഒരു ഹാള്, ഒരു അടുക്കള, പിന്നെ നമുക്ക് ചെറിയൊരു സിറ്റ് ഔട്ടും കൂടി ഉണ്ട് നമ്മുടെ കഴിമ്പുറത്തെ വീടിനിട്ട്. ഇത് സിറ്റ് ഔട്ട് ഞാൻ കണ്ടില്ല, എനിക്കറിയില്ല അതുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ ആദ്യത്തെ വീടിൻ്റെ ആ ഒരു കരിങ്കല്ലൊക്കെയാണ് അപ്പുറത്ത് പൊളിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേ തൊട്ട് ബാക്കിലായിട്ടാണ് കടൽ കാണുന്നത്. ആദ്യമൊക്കെ ഇത്ര അടുത്തായിരുന്നില്ല കടൽ. എൻ്റെ ചെറിയ വയസ്സ് തൊട്ട് ഞാനിവിടെയൊക്കെ വന്ന് നിന്ന് തുടങ്ങിയതാണ്. സ്കൂളൊക്കെ പൂട്ടുമ്പോഴായാലും അമ്മയുടെ അമ്മാമ്മയുടെ കൂടെ ഒക്കെ അന്നൊക്കെ ഭയങ്കര ദൂരം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കടപ്പുറത്തേക്ക് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കടൽ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുക. അതായത് സത്യം പറഞ്ഞാൽ ഞാൻ ഓരോ പ്രാവശ്യം മാമനോടേക്ക് പോകുന്നത് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണെങ്കിലും ഓരോ പ്രാവശ്യം പോകുമ്പോഴും കടൽ ഇങ്ങനെ കയറി വരാട്ടാ. മീൻസ് കടപ്പുറത്തുള്ളവരാണെങ്കിൽ ഞാനത് പറയുന്നത് അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നെ ഇവിടെ വെള്ളം കയറുന്ന പരിപാടിയൊക്കെ ഉണ്ട്, അതായത് ഉപ്പ് വെള്ളം കയറുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പറമ്പിലും തൊടിയിലൊക്കെ ആയിട്ട് വെള്ളം കയറിയിട്ട് എല്ലാ ചെടിയും നശിപ്പിക്കും. ചെടി മാത്രമല്ല, തെങ്ങ്, പപ്പക്കായ. അതുകൊണ്ട് മാം ഇപ്പോഴായ പിന്നെ ഇവിടെ ഒരു ചെടിയും വെക്കാറില്ല. കാരണം എല്ലാം ഉപ്പ് വെള്ളം കയറി വെറുതെ നശിക്കും. വെറുതെ ഓരോന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കി വളർത്തിക്കൊണ്ട് വരാമെന്നല്ലാണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകേണ്ട വഴി അറിയില്ലായിരുന്നു. അപ്പോൾ വിഷ്ണുവിനോട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണു വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ ഇവൻ്റെ പിറകെ വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ വിഷ്ണു മാമനെ കണ്ടപ്പോഴേക്കും 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ നന്നായിട്ട് എടുത്തുകൊണ്ട് നടക്കും. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവനാണ് ഞാൻ ഹെൽപ്പിന് വിളിക്കുക. കാരണം അമ്മ ജോലിക്കുമ്പോൾ ഞാൻ മാത്രമല്ല, അപ്പോൾ ഇവനാണ് ഞാൻ ഹെൽപ്പിന് വിളിക്കുക. ഇവന് ജോലി കിട്ടിയാൽ പിന്നെ ഇവൻ വരാതെയത്. ഇപ്പം വീണ്ടും ജോലി വിട്ടിട്ടുണ്ട്, കാരണം വീട് പണിയും സംഭവങ്ങളൊക്കെ ആയിട്ട്. അങ്ങനത്തെ നമ്മൾ എത്തിയിട്ടുണ്ട്, മാമയുടെ വീട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കായിട്ട് പോകും, പക്ഷെ അവിടെ ചെളിയൊക്കെ ഉണ്ട്, ചിലപ്പോൾ വണ്ടി താഴ്ന്നാലും വിചാരിച്ചിട്ട് ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പം അമ്മാമ്മനെ പതുക്കെ സേഫ് ആക്കിയിട്ട് കാറിൻ്റെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. പിള്ളേരെ ചെരുപ്പൊക്കെ എടുത്ത് പിടിച്ചു, കാരണം ഇനി ബീച്ചിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ചെരുപ്പ് വേണ്ടേ. വിഷ്ണു മാമനെ കണ്ടപ്പോൾ അല്ലുവിന് ഭയങ്കര സന്തോഷമായിട്ടാണ്. അല്ലുവിൻ്റെ പോലെ ആയിരുന്നു ആദ്യം വിഷ്ണു. അവൻ്റെ ചെറിയ ഫോട്ടോ കാണുമ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു കണ്ണും ചുണ്ടൊക്കെ. ഇപ്പോഴാണ് ഇത്ര വലിയൊരു ചെക്കനായ ഈ ഒരു കോലത്തിലേക്ക് രൂപാന്തരം സൃഷ്ടിച്ചത്. അപ്പം അമ്മാമ്മ പതുക്കെ നടന്നു വരികയാണ്. അമ്മാമ്മയ്ക്ക് എന്തൊക്കെ വേണ്ട വയ്യായ എന്നൊക്കെ പറഞ്ഞാലും അമ്മയ്ക്ക് ഇഷ്ടമാണ് വരാനായിട്ട്. കാരണം സ്വന്തം മക്കളെ വീട്ടിലേക്ക് പോകാനായിട്ട് ആർക്കും ഇഷ്ടമല്ലാത്ത, അതും എപ്പോഴെങ്കിലും ഒക്കെയാണ് വരുന്നത്. അതുകൊണ്ട് അമ്മാമ്മയ്ക്ക് ഇഷ്ടമാണ്. അമ്മാമ്മ എത്ര വയ്യായി ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് സഹിച്ച് പിടിച്ച് അമ്മാമ്മ നടക്കും കേട്ടോ.
അപ്പോൾ എനിക്കിവിടെ വരാൻ എനിക്കും ഇഷ്ടമാണ്. കാരണം കടൽ കാണാൻ പോവാം, പുഴ കാണാൻ പോവാം, പിന്നെ കുറേ ഇവിടെ ചെമ്മീൻ കെട്ട്, പിന്നെ മീൻ വളർത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ ഇഷ്ടമാണ്. പിന്നെ ഇവിടെ അടുത്തടുത്തായിട്ട് കുഞ്ഞു കുഞ്ഞു റിസോർട്ടുകളൊക്കെ ഉണ്ട്. വലിയ റിസോർട്ടുകളുണ്ട്, വീട്ടിൽ തന്നെ നടത്തുന്ന കൊച്ചു റിസോർട്ടുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴായ പിന്നെ ഇനി അതൊക്കെ വന്നു തുടങ്ങിയത്. ആദ്യമൊക്കെ മേമയുടെ വീട്ടിൽ പോകുമ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഇപ്പം മേമ താമസിക്കുന്ന വീടിൻ്റെ അടുത്തുള്ള ആ ഒരു ബീച്ച്, അതായത് തൊട്ട് ബാക്കിലുള്ള ആ ബീച്ച് നല്ല രസമാണെന്ന് മേമ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നല്ല നല്ല വൈബാണ്, കാണാനും നല്ല ഭംഗിയുള്ള ബീച്ച് ഉണ്ടാവില്ല. ചില ബീച്ചിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ, നമുക്ക് ഇരിക്കാനോ നടക്കാനോ ഒന്നും തോന്നില്ല. ഇത് നല്ല രസമുള്ള ബീച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് തൊട്ടേ ഞാൻ വിചാരിക്കുന്നതാണ് വരണം ഈ ഭാഗത്തേക്ക്. അപ്പോൾ ദേ അടുക്കളയിലാണ് മേമ, നല്ല പണിയിലാണ്. ഞങ്ങൾ വരേണ്ടതെന്ന് പറഞ്ഞിട്ട് ചിക്കൻ അവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല നല്ല രസമുള്ള ഓടും വീട് കേട്ടോ, നല്ല ഐശ്വര്യമുള്ളൊരു ഓടും വീട്, എല്ലാവിധ സൗകര്യമായിട്ടുള്ള ഓടും വീട്. അതായത് എൻ്റെ ഒക്കെ ആദ്യത്തെ ഓടും വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിരുന്നു, ഇത്ര വലിയ ഹൈറ്റും ഇല്ല, റൂമിനോ ഹാളിനോ കിച്ചണോ ഒന്നും ഇത്ര വലിയ സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു ഓടും വീട് തന്നെയായിരുന്നു. ഇതിപ്പോൾ എന്ത് രസമാണ് കാണാനായിട്ടെന്ന് അറിയോ, ഒരു ടെറസും വീട് എൻ്റെ മുകളിൽ ഓടുണ്ടെന്നുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തുള്ള വീടുകൾ കാണാനും, അതായത് താമസിക്കാനൊക്കെ ഒരു രസമല്ലേ. മേമ പറയും ഞാൻ ചൂടെടുക്കുമോ എന്ന് ചോദിക്കും, കാരണം കടപ്പുറത്ത് തന്നെ ആയതുകൊണ്ട് ചൂടെടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അതിനനുസരിച്ചുള്ള നല്ല കാറ്റ് പടിഞ്ഞാറുന്ന് വീശിനോണ്ട് വലിയൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു കേട്ടോ മേമ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും ബാക്കിയുള്ള ഒരു ലേസും കൂടി ഉണ്ടായിരുന്നില്ല, അത് വിഷ്ണു മാമന് കൊടുക്കാണ്ട് രണ്ടുപേരും കൂടി കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വാങ്ങിച്ചിട്ട് ഞാൻ അവന് കൊടുത്തിട്ടുണ്ട്. കാരണം അവൻ ഇത്ര പോത്തുപോലെ വലുതായിട്ടുണ്ടെങ്കിൽ അവൻ ഇപ്പോഴും കുഞ്ഞുങ്ങളെ മനസ്സാണ്. അവന് ചിലപ്പോൾ ആ ലേസ് കിട്ടില്ലെങ്കിൽ അവന് ശരിക്കും അവന് വിഷമാവും. അങ്ങനെയാണ് ഞങ്ങളെ വീട്ടിലത്തെ എല്ലാം അങ്ങനെയുള്ള ആൾക്കാരാട്ടോ. എൻ്റെ വല്യമ്മയും മേമയും അമ്മയൊക്കെ പറയും എത്ര വയസ്സായാലും എത്ര വലുതായിട്ടുള്ള പോത്തുങ്ങളാണ്, അതായത് മനസ്സ് ഇപ്പോഴും എന്താ പറയുക ഒരു മന്ദാകിനിയുടെ പോലെ എന്നൊക്കെ പറയും. അപ്പോഴേക്കും എന്തേ പാപ്പൻ എത്തിയിട്ടുണ്ട്. പാപ്പൻ സൈക്കിളിലാട്ടോ പോയിട്ട്, പാപ്പൻ പെയിൻറ്റിങ് പണിയാണ്, സൈക്കിളിലാണ് പോയിട്ട് വരാം. അതായത് ബസ് കിട്ടുന്ന സ്ഥലത്തേക്ക് വരെ സൈക്കിളിൽ പോവും. അപ്പം പാപ്പനാണെങ്കിൽ ഇവർക്ക് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഗുഡ് ഡയറി ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എവിടെ നിന്ന് വരുന്ന വഴി ചാമ്പയ്ക്കൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ വിഷ്ണുമാമൻ്റെ കൂടെ കടൽ കാണാൻ പോവാണ് രണ്ടുപേരും. ഞാൻ വീട്ടിൽ നിന്ന് നോക്കിയപ്പോൾ തൊട്ട് കടലിലവിടെ ഭയങ്കര തിരക്ക്, കാരണം നോമ്പായതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഏതോ ഒരു വലിയ ഫാമിലി വന്നിട്ടുണ്ട്. അവിടെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്, ടർപ്പായ ഇരിക്കുന്നുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. വിഷ്ണു എന്നപ്പോൾ പറഞ്ഞത് ഇവിടെ ഇങ്ങനെയാണ് ഫാമിലി ആയിട്ട് വന്നിട്ട് എല്ലാവരും ഇരുന്ന് ഫുഡും കഴിച്ചും കളിച്ചും ചിരിച്ചും ഗെറ്റ് ടുഗദറൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായി. കാരണം തിരമാല എന്ന് പറയുന്നത് അതായത് ഭയങ്കര ആഴത്തിലാണ് കടലിരിക്കുന്നത്. മണ്ണെടുത്ത് പോയിട്ട് ഭയങ്കര കുളം പോലെ ഇരിക്കുക. നമ്മൾ സൈഡിൽ അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ തിണ്ടിടിഞ്ഞ് വീഴും. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഞങ്ങൾ വന്നപ്പോൾ ശരിക്കും തിരമാല പോലെ വരും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായെന്നറിയില്ല. ആ ഭാഗത്തേക്ക് ശരിക്കും കുളം പോലെ നിൽക്കുക. നമ്മൾ തിണ്ടുമ്പോൾ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ താഴ്ത്തിക്ക് നേരെ കടലുണ്ടാവും. ഈ ഭാഗത്താണ് കുറച്ച് എന്താ പറയുക നിരപ്പായിട്ടുള്ളത്. ഓ അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടെ ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണു പറയുമായിരുന്നു ഇവിടെ ടോബിയിലൊക്കെ ഇടയ്ക്ക് വന്ന് താമസിക്കും, നിങ്ങൾ ഒരു ദിവസം വായോ എന്നിട്ട് വേണം എനിക്ക് താമസിക്കാനായിട്ട്, നിസ്സാരം 10 രൂപയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. മറ്റെന്തൊട്ട് ഏതോ ഒരു പാരഡൈസാ എങ്ങാണ്ട് ഒരു റിസോർട്ടാണ്. അപ്പോൾ ആ ചേച്ചിമാരൊക്കെ വരുമ്പോൾ ഈ വെക്കേഷനിടെ മൂത്ത ചേച്ചിയൊക്കെ വരുന്നുണ്ട് അവളുടെ പാർക്കിലൊക്കെ ആയിട്ട്. അപ്പോൾ അവളൊക്കെ കൊണ്ടുവരണം, രസമായിരിക്കും. അങ്ങനെ ഒരു പ്ലാനൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരുന്നു, പിള്ളേരൊക്കെ കളിപ്പിച്ചു. പിന്നെ ഞാൻ ബീച്ചിലേക്ക് ഇങ്ങനെ ഇറങ്ങുമെന്ന് വിചാരിച്ചില്ല, കാരണം പിള്ളേർക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡ്രസ്സ് ഞാൻ എടുത്തു വെച്ചാണ്. ഇതിപ്പോൾ കുറേ നേരം ഞാൻ കളിക്കാൻ വിട്ടേണ്, കാരണം അവരിടയ്ക്കൊക്കെ ഉള്ളത് കാണുന്നത്. അവരാണെങ്കിൽ ഭയങ്കര സന്തോഷം ഈ മണ്ണി കളിക്കാനും വെള്ളത്തിൽ കളിക്കാനും ഒക്കെ. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ലീനമ്മ കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നും സംഭവിക്കില്ല കേട്ടോ. കാരണം പിള്ളേരൊന്ന് മണ്ണി തട്ടിച്ചാൽ തന്നെ അമ്മയ്ക്ക് ടെൻഷനാണ്, വളം കടിക്കുമോ അല്ലെങ്കിൽ കാലിൻ്റെ ഉള്ളിൽ കൂടെ വരെ കയറുമോ എന്നൊക്കെയുള്ള ഒരു അമ്മയ്ക്ക് ഭയങ്കര പേടിനും. പക്ഷെ ഞങ്ങളുടെ ഇവിടെ പണിക്കാട്ടിൽ നിങ്ങൾക്ക് എന്താ ചെളിയിലും മണ്ണിലും വെള്ളത്തിലൊക്കെ ഉരുട്ടിയിട്ടാണ് വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം സെറ്റായിട്ടത്. ഞാൻ കാലത്ത് ഞാൻ എന്തെങ്കിലും ഫുഡ് കൊടുക്കണമെങ്കിൽ അവരെ വെള്ളത്തിൽ നിർത്തിയിട്ടായിരിക്കും, അതായത് പൈപ്പിൻ്റെ ചോട്ടിൽ. ഉച്ചയ്ക്കും അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കളിക്കാൻ പോകുമ്പോൾ പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കും, വെള്ളം കളിക്കാൻ എനിക്ക് വേറെ നിവർത്തിയില്ല. പക്ഷെ അവർക്ക് അതിപ്പോൾ ഒരു സെറ്റായി. ഇപ്പോൾ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ടൂറ് പോയി, നമ്മൾ കൊടൈക്കനാലോ മൂന്നാറോ ഇപ്പോൾ പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആയാലും ഇവർക്ക് വലിയൊരു സീൻ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഇനി വരുമോ എന്ന് എനിക്കറിയില്ല, വരാതിരിക്കട്ടെ. ഞങ്ങളപ്പോൾ തിരിച്ചെത്തിയപ്പോഴേക്കും മേമയുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല ചാറിൽ വെച്ചിട്ടുള്ളതാട്ടോ, അതായത് പണ്ടത്തെ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചാറ് കറി കിട്ടൂലേ, അതേപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇവിടെയൊക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെ താഴ്ത്തിരുന്ന് പായൊക്കെ വിരിച്ച് പിള്ളേരൊക്കെ ആയിട്ട് ഫുഡ് കൊടുക്കുമ്പോൾ. മേമയ്ക്കും ഭയങ്കര സന്തോഷം ഇവരെയും കൊണ്ടുവരുന്നത്. മേമയ്ക്ക് എപ്പോഴും ഭയങ്കര പരാതിയാണ്, നിങ്ങളിപ്പോൾ തന്നെ വന്ന് ഇപ്പം തന്നെ ഓടിപ്പോകുമെന്ന് പറയും. പിള്ളേരൊന്നും മര്യാദയ്ക്ക് കാണാനും കൂടിയും കിട്ടൂല, ഒന്ന് രാവിലെ വന്നൂടെ നിങ്ങൾക്ക്,
ഈ അന്തിമൂട്ടിൽ വന്നിട്ട് അപ്പം തന്നെ പോകും. ശരിയാണ്, ഞങ്ങളൊരു കൂടി പോയിട്ടുണ്ടെങ്കിൽ 3 മണിക്ക് ഇറങ്ങി 4 മണിക്കൊക്കെ എത്തി വേഗം പോകും. അങ്ങനെയാണ്. മാമ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ മേമേരെ ചിക്കൻ കറി നിങ്ങൾക്ക് തോന്നും ഭയങ്കര ചാറായിരുന്നു, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, അതായത് പൊറോട്ടയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഭയങ്കര കുറുകിയിട്ടൊക്കെ വെക്കുക, കുറേ ഗ്രേവിയൊക്കെ ആയിട്ട്. ഇത് നല്ല സിമ്പിളായിട്ടുള്ള നല്ല ചൊടിയുള്ള ചാറായിരുന്നു, നല്ല എരിവൊക്കെ ആയിട്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങാൻ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലീനമ്മ ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും ഇറങ്ങിയത്. അമ്മയ്ക്ക് ഭയങ്കര പേടിന് ഈ സമയത്തൊക്കെ ഇവിടെയൊക്കെ ഇറങ്ങി നടക്കുക, പാമ്പ് കടിക്കും ചേമ്പ് കടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ കളിയാക്കിയതല്ല, അമ്മ പണ്ട് തൊട്ടേ എന്നെ അങ്ങനെ പൊതിഞ്ഞാണ് വളർത്തിയിരുന്നത്. പോണ വഴിക്ക് വല്യമാമയോടേക്ക് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ വല്യമാമൻ്റെ വീട്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും പോകാൻ തോന്നില്ല കേട്ടോ, കാരണം ഇവിടെ ഒത്തിരി എൻ്റെ കസിൻസുകളുണ്ട്, അമ്മായിമാരുണ്ട്, മാമന്മാരുണ്ട്, അമ്മാമ്മയുണ്ട്. എല്ലാവരും കൂടി ആകുമ്പോൾ ഭയങ്കര വൈബാണ്. ഇപ്പം പിള്ളേരായപ്പോൾ ഇവർക്ക് ഒട്ടും ഞങ്ങളെ വിടാൻ തോന്നില്ല. സുനിമാമനാണെങ്കിൽ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പാടില്ല, ആ ദിവസം ഇവിടെ നിൽക്കണം, ഫുഡ് കഴിക്കാണ്ട് പോകാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി വീട്ടിൽ ഫുഡ് ഉണ്ടല്ലോ, അതായത് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കല്ലേ, അപ്പോൾ അത് പിന്നെ വെറുതെ വേസ്റ്റ് ആണ്. ഒരു കണക്കിനാണ് മാമനോട് പറഞ്ഞൊപ്പിച്ചത്. കാരണം അല്ലെങ്കിൽ പിറ്റേ ദിവസം ഞാൻ പോകുമ്പോൾ ഞാൻ ഇതും കൊണ്ട് പണിക്കാട്ടിക്ക് പോകേണ്ടി വരും, കാരണം വീട്ടിലാരും കഴിക്കില്ല ചിക്കനൊക്കെ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഒരു നിലയ്ക്ക് ഫുഡ് വീട്ടിൽ പോയി കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ചുക്കുമേമ 2 പേർക്കും കൂടിയിട്ട് മിഠായിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചുക്കുമേമെന്ന് നിങ്ങൾ എൻ്റെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരിക്കും. അവളിപ്പോൾ ഒരു ടീച്ചറാണ്, മാത്സ് ടീച്ചർ. ഇവിടെ ഇപ്പോൾ ഒരുപാട് ചെടി ഉണ്ട് കേട്ടോ. ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നില്ല, ഞാൻ മൊബൈലിലത്തെ ഫ്ലാഷ് ഇട്ടാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒടിച്ചുകൊണ്ട് പോകുന്നതാണ്. കാരണം അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്, സീതമ്മയ്ക്ക്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞ് പുറത്തായിട്ടല്ല, ഇവിടെ ഒരു പേടിയൊന്നും ഇല്ല. രാത്രി ആയാലും പാതിരാത്രി ആയാലും പുറത്ത് വർത്തമാനം പറയുക, സംസാരിക്കുക, കളിക്കുക, രസമാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൈബാണ്. എനിക്കായാലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോകാൻ തോന്നൂല, അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പോഴേക്കും അമ്മായി പോയിട്ട് ചായയൊക്കെ വെച്ചു, ചായയൊക്കെ കുടിച്ചു. ഇപ്പോൾ എന്തായാലും ഞങ്ങൾ പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇവർ ഇപ്പോൾ ജിമ്മിനൊക്കെ പോകുന്ന ഇവിടുത്തെ കുറച്ച് ടീംസുകളൊക്കെ, അതിന് പോയിട്ട് ബീച്ചിലൊക്കെ പോയി നിന്നിട്ട് മസിലും കാട്ടി നിന്നിട്ടുള്ള ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കാണിച്ചിട്ടാണ്. കീർത്തന ചേച്ചി ജിമ്മിന് 2 മുട്ട തിന്ന് പഴം തിന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറേ പ്രോത്സാഹിപ്പിച്ചു. അതൊക്കെ കേട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് നന്നായി ഫുഡൊക്കെ കഴിക്കണമെന്ന്. ഇപ്പം എന്തായാലും ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങട്ടെ കേട്ടോ. Bye bye guys, bye bye. അങ്ങനെ ഞങ്ങൾ വലിയൊരു യാത്ര കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുകയാണ്. വരുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രിയൂർ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് ഇപ്പോൾ മാങ്ങ ഇഷ്ടമാണ്. മാങ്ങ എന്ന് പറഞ്ഞിട്ട് പിന്നെ നടക്കുന്നുണ്ട്. ഞങ്ങൾ വാങ്ങിച്ചു, അതങ്ങനെ കഴിച്ചു. അപ്പോൾ ടി വിയിൽ എന്തോ ഒരു ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിലെന്തോ വിൻ ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് അതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നിഖിൽ ചേട്ടാ അതിൻ്റെ തുറയിലിരുന്നിട്ട് TV മാങ്ങയൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കും ക്രിക്കറ്റ് കളി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം IPL കാണാനാണ്. ഞാനതിൽ മുംബൈ ഇന്ത്യൻസ് ഫാൻസാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങളതിന് കുറേ പേരെ കളിയാക്കും, പിന്നെ അതൊക്കെ പൊട്ടിപ്പാളീസായില്ല. പക്ഷേ എനിക്ക് എന്തോ ആദ്യം സച്ചിനുള്ളപ്പോൾ തൊട്ടുള്ളൊരു ഇഷ്ടമാണ് മുംബൈ ഇന്ത്യൻസിനോട്. ഇപ്പോഴായൊരു ഇഷ്ടമുണ്ട്. മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കിഷ്ടം GT ആയിട്ടാണ്, ഗുജറാത്ത് ടൈറ്റൻസ്. അത് ഇഷ്ടമാണ്, ഹാർദിക് പാണ്ഡ്യയുടെ. ഇതിൽ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. വലിയ അറിവായിട്ട് പറയുന്നതൊന്നല്ല, IPL കാണുന്ന ചെറിയൊരു അറിവ് വെച്ച് പറയുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അമ്മ വരുന്ന വഴിക്ക് ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും കൂട്ടിയിട്ട് നല്ലൊരു പിടിപിടിക്കാൻ കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഇന്ന് തന്നെ പോകാൻ കേട്ടോ. നാളെ രാവിലേക്ക് നിന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉച്ച കഴിയും ഞങ്ങൾ ഇറങ്ങാനായിട്ട്. അപ്പോൾ അമ്മനോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാണ്. അതിനോട് അമ്മമ്മയ്ക്കൊന്ന് പോരോന്ന് അറിയില്ല. മറ്റേ മരുന്ന് പോയി നിന്റെ കാര്യം ചെറുപ്പൊക്കെ വണ്ടിയിലുണ്ട്. വേഗം ക്ലോസ് ചെയ്താണ് ഞാൻ. ഇത്ര നേരം എന്തായിരുന്നു ടിപ്പ്? ബൈ.